എല്ലാവർക്കും ലോയൽ ബില്ലിയനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ നടപ്പാക്കിയതായി ട്രംപ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതായി ആരോപിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയതോടെ വീണ്ടും മിഡിൽ ഈസ്റ്റ് ആശങ്കയുടെ മുൾമുനയിലായി. ഇന്ന് ഉച്ചയ്ക്ക് സെൻസെക്സ് 1045.47 പോയിന്റ് ഉയർന്ന് 52,942.26 നിഫ്റ്റി 50 318.45 പോയിന്റ് ഉയർന്ന് 25,290.35 എന്നാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ വിപണിയുടെ ആക്കം പെട്ടെന്ന് മങ്ങുകയായിരുന്നു. തുടർന്ന് സെൻസെക്സ് 1118.04 പോയിന്റ് ഇടിഞ്ഞ് 51,900.12 എന്ന ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അതേസമയം നിഫ്റ്റി 50 25,050 താഴെയെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ടെഹ്റാനിൽ ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇറാന്റെ ISNA വാർത്താ ഏജൻസി ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ് രംഗത്തെത്തി. അത്തരം മിസൈലുകളൊന്നും പ്രയോഗിച്ചിട്ടില്ലെന്ന് ഏജൻസി പറഞ്ഞു. പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. വെടിനിർത്തലിന്റെ ഫലപ്രാപ്തിയിലും 12 ദിവസത്തെ ശത്രുത പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായുള്ള പ്രഖ്യാപനങ്ങളിലും നിക്ഷേപകർ സംശയങ്ങൾ ഉയർത്തിയത് വിപണിക്ക് തിരിച്ചടിയായി. ഉയർന്ന തലങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗിൽ ഏർപ്പെട്ടതും വിപണി നഷ്ടത്തിലാക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്. സെൻസെക്സ് ഇൻട്രാഡേയിൽ 1100 പോയിന്റിലധികം ഉയർന്നതും നിഫ്റ്റി 25,300 പോയിന്റിന് മുകളിലേക്ക് ഉയർന്നതും നിക്ഷേപകരെ വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പ്രേരിപ്പിച്ചു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുടെ പ്രതിമാസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായുള്ള അസ്ഥിരതയും വിപണിയെ ബാധിച്ചു. സെൻസെക്സ് 158 പോയിന്റ് ഉയർന്ന് 82,055 നിഫ്റ്റി 50 72 പോയിന്റ് ഉയർന്ന് 25,044 ക്ലോസ് ചെയ്തത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതോടെ വിപണി നേരിയ തോതിൽ ഉയർന്ന വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഇൻഡെക്സുകളിൽ നിഫ്റ്റി PSU ബാങ്ക് 1.5% നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മെറ്റൽ 1% നേട്ടമുണ്ടാക്കി. നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയും 0.7% വരെ നേട്ടം രേഖപ്പെടുത്തി. അതേസമയം നിഫ്റ്റി മീഡിയ 1% ഇടിവ് രേഖപ്പെടുത്തി. ഇനി ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുമ്പോൾ 836 കോടി രൂപയുടെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ശേഷിയുടെ ഓർഡർ നേടിയതായി കമ്പനി അറിയിച്ചതിനെ തുടർന്ന് ബൊണ്ടാഡ എഞ്ചിനീയറിംഗ് ഓഹരി വില 5% ഉയർന്നു. തമിഴ്നാട് ഗ്രീൻ എനർജി കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ് ഓർഡർ ലഭിച്ചത്. ഓഹരി 466 രൂപയിൽ ക്ലോസ് ചെയ്തു. അദാനി ഗ്രൂപ്പിന്റെ വാർഷിക പൊതുയോഗത്തിൽ കമ്പനിയുടെ ചെയർമാൻ ഗൗതം അദാനി അടുത്ത 5 വർഷത്തേക്ക് $15-20 ബില്യൺ മൂലധനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഓഹരികൾ 4% വരെ ഉയർന്നു. ടാറ്റ സ്റ്റീൽ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. ഇനി ലോസേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ ഡിമാൻഡും താരിഫ് സംബന്ധമായ സമ്മർദ്ദങ്ങളും കണക്കിലെടുത്ത് ഭാവി അനിശ്ചിതത്തിലാണെന്ന് കമ്പനി പറഞ്ഞതിനെ തുടർന്ന് KPIT ടെക് ഓഹരികൾ 6%-ലധികം ഇടിഞ്ഞു. KPIT ടെക് ഓഹരികൾ 1,305 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഭാരത് ഡൈനാമിക്സ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തുടങ്ങിയ ഓഹരികളും നഷ്ടത്തിലായിരുന്നു. കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കേരള കമ്പനികൾ ഇന്ന് സമ്മിശ്ര പ്രകടനമാണ് നടത്തിയത്. വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ്സ് ആണ് നേട്ടപ്പട്ടികയിൽ മുന്നിട്ട് നിന്നത്. ഓഹരി 19%-ലധികം നേട്ടവുമായി 173 രൂപയിൽ ക്ലോസ് ചെയ്തു. മുത്തൂറ്റ് ക്യാപിറ്റൽ, മുത്തൂറ്റ് മൈക്രോഫിൻ, കിറ്റെക്സ്, കേരള ആയുർവേദ തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് 2.42% നഷ്ടം രേഖപ്പെടുത്തി. ഫാക്ട് ഓഹരി നേരിയ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. പോപ്പീസ് കെയർ 4.93% നഷ്ടത്തിൽ 31 രൂപയിലെത്തി. മുത്തൂറ്റ് ഫിനാൻസ്, കിങ്സ് ഇൻഫ്ര വെഞ്ചേഴ്സ്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾക്കും ഇന്ന് കാര്യമായി ശോഭിക്കാനായില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്